1745 ദേവസഹായപിള്ള ക്രിസ്തുമതം സ്വീകരിച്ചത്. തുടർന്ന് അദ്ദേഹത്തെ മത തീവ്രവാദം ആരോപിച്ച് അദ്ദേഹത്തെ ഏറെ പീഡിപ്പിക്കുകയും 4 വർഷത്തോളം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് ചെയ്തത്. തുടർന്ന് 1752 രാജകൽപ്പന പ്രകാരം അദ്ദേഹത്തെ വധിക്കാനായി വിചാരണ ചെയ്യാനായി ഈ കാറ്റാടി മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുന്നത്. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തെ വധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നാം ഇപ്പോൾ കാണുന്നത് കാറ്റാടി മലയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നാം കാണുന്ന ആദ്യ കാഴ്ച അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയമാണ്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിനംതോറും ഈ കാറ്റാടി മലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാറ്റാടി മലയിലെ അദ്ദേഹം കടന്നുപോയ ഓരോ അവസ്ഥകളിലൂടെയും എല്ലാം നമുക്ക് ഈ കാറ്റാടി മലയിൽ കാണാൻ സാധിക്കും. അതിലൂടെയെല്ലാം നമുക്ക് പോകാം. ദേവസഹായപിള്ളയെ സൈനികർ വധിക്കാനായി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പലതവണ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന് സൈനികരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് നാം കാണുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ കാൽമുട്ടുകളുടെ പാടുകൾ പതിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. ഇപ്പോൾ ഈ സ്ഥലം പ്രത്യേകമായി സംരക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണാം. അനേകം വിശ്വാസികൾ ഇവിടെ വന്ന് ജപമാല അർപ്പിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഈശോയെ എന്നെ കൈവിടല്ലേ, ഈശോയെ എന്നെ മുഴുവനും നിനക്ക് ഏൽപ്പിക്കുന്നു, അമ്മേ മറിയെ എന്നെ സഹായിക്കൂ. ഇതാണ് ദേവസഹായം പിള്ള അവസാനമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇനി ഇവിടെ മറ്റ് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കൂടി നമുക്ക് പോകാം. കാറ്റാടി മലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് നാം ഉള്ളത്. ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊന്ന സ്ഥലമാണുള്ളത്. അദ്ദേഹത്തെ ചെങ്ങലകളിൽ ബന്ധിച്ചാണ് ഇവിടെ വെച്ച് 5 പ്രാവശ്യത്തോളം വെടിവെച്ചാണ് അദ്ദേഹത്തെ കൊല്ലാനിടയായത്. അതിനെ അടയാളപ്പെടുത്താൻ എന്ന വണ്ണമാണ് ഈ കുരിശ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, അനേകം പേരാണ് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത്. ദേവസഹായപിള്ളയെ വെടിയേറ്റ് കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ പാറക്കെട്ടിന്റെ ഇടയിലൂടെ ഇവിടെ വന്ന് നിലംപതിക്കുകയായിരുന്നു. അദ്ദേഹം മരണമടഞ്ഞ സ്ഥലത്തെ അടയാളപ്പെടുത്താൻ എന്ന വണ്ണമാണ് ഈ മരക്കുരിശ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ദേവസഹായപിള്ള മരണമടഞ്ഞ സ്ഥലവും വധിക്കപ്പെട്ട സ്ഥലവും എല്ലാം നാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാം ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്. നാം ഇവിടെ കാണുന്നത് ഒരു ഗ്രാനൈറ്റ് ഫലകമാണ്. ദേവസഹായപിള്ളയുടെ ദേഹത്ത് അനേകം മുറിപ്പാടുകൾ ഉണ്ടായി. ആ മുറിപ്പാടുകൾ സൂചിപ്പിക്കാനാണ് ഇവിടെ ഒരു ഗ്രാനൈറ്റ് ഫലകത്തിൽ പാടുകൾ കൊത്തിവെച്ചിരിക്കുന്നത്. വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇതിനുള്ളിൽ തിരികെ വെക്കുകയും ആ നിയോഗങ്ങളെല്ലാം അവർക്ക് ദേവസഹായപിള്ളയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സാധിച്ചു കിട്ടുകയും ചെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഇനി തുടർന്ന് നാം കാണുന്നത് ഒരു 14 ദൃശ്യങ്ങളാണ്. ദേവസഹായപിള്ളയുടെ വിചാരണ ചെയ്യപ്പെട്ടതു മുതൽ അദ്ദേഹം വധിക്കപ്പെട്ടത് വരെയുള്ള ഒരു രത്ന ചുരുക്കമാണ് നാം ഇവിടെ കാണുന്നത്. ആദ്യമേ നാം കാണുന്നത് അദ്ദേഹത്തെ വിചാരണ ചെയ്യാനായി രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യമാണ് നാം കാണുന്നത്. തുടർന്ന് അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടച്ച് ബന്ധിക്കുന്ന ദൃശ്യമാണ് നാം കാണുന്നത്. പിന്നീട് നാം കാണുന്ന ഒരു ദൃശ്യം എരുക്കുമാല അണിഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കാനായി എരുമയുടെ പുറത്ത് കയറ്റി അദ്ദേഹത്തെ നാട് ചുറ്റും നടത്തുന്ന ഒരു ദൃശ്യമാണ് നാം കാണുന്നത്.
ഇതുകൊണ്ടൊന്നും മാനസാന്തരപ്പെടാതെ വന്ന ദൈവസഹായ പിള്ളയെ ചാട്ടവാറ് കൊണ്ട് 30 അടി വീതം കാൽപാദത്തിങ്കിൽ അടിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ ബന്ധിക്കുകയും ചെയ്ത ദൃശ്യമാണ് നാം കാണുന്നത്. ഇതിൽ നിന്നെല്ലാം ദൈവസഹായ പിള്ളയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടായി എന്ന പ്രതീക്ഷയോടെ 8 അധികാരികളുടെ കീഴിൽ അദ്ദേഹത്തെ വീണ്ടും വിചാരണയ്ക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എങ്കിലും അദ്ദേഹം തൻ്റെ ക്രിസ്തുമതം ആ വിശ്വാസം ത്യജിക്കാനോ അതിൽ നിന്ന് പിന്മാറാനോ തയ്യാറായിരുന്നില്ല. തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും അദ്ദേഹത്തെ ഒരു തൂണിൽ കെട്ടി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യമാണ് നാം കാണുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകളും കാൽപാദങ്ങളും എല്ലാം അടിച്ച് അവശയാക്കപ്പെട്ട ദൈവസഹായ പിള്ളയെ എരുമ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് ഇതിലുള്ളത്. ഇദ്ദേഹത്തെ കൂടുതൽ പീഡിപ്പിക്കാൻ എന്ന വണ്ണം അദ്ദേഹത്തെ ഒരു അടച്ചിട്ട മുറിയിൽ ഇരുത്തുകയും അദ്ദേഹത്തിൻ്റെ കൈകൾ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയും തുടർന്ന് അവിടെ മുളക് പൊടി പോലുള്ള വസ്തു കത്തിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ കൂടുതൽ മർദ്ദിക്കുന്ന ഒരു ദൃശ്യമാണ് ഇതിൽ നാം കാണുന്നത്. ഇനി ഇതിൽ നാം കാണുന്നത് അദ്ദേഹത്തെ കൂടുതൽ മർദ്ദിക്കാനും അദ്ദേഹത്തെ കൂടുതൽ വേദന ഏൽപ്പിക്കാനുമായി കടിക്കുന്ന ഉറുമ്പുകളെ അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു ചെറിയ ഒരു മുറിയിലേക്ക് വിടുന്ന ഒരു ദൃശ്യമാണ് നാം ഇത് കാണുന്നത്. തുടർന്ന് അദ്ദേഹത്തെ തേളുകൾ കൊണ്ടും പാമ്പുകൾ കൊണ്ടും വളരെ വിഷമേറിയ പാമ്പുകളും തേളുകളും വിട്ട് അദ്ദേഹത്തെ കടിക്കുന്ന ഒരു ദൃശ്യമാണ് ഇതിൽ നാം കാണുന്നത്. പിന്നീട് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ നാം കാണുന്നത് ചുണ്ണാമ്പ് കത്തിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ വന്ന മുറിപ്പാടുകൾ കൂടുതൽ വ്രണമാക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് നാം ഇതിൽ കാണുന്നത്. പിന്നീട് ദൈവസഹായ പിള്ളയെ കുരങ്ങുകളുള്ള ഒരു ഗുഹയിൽ പാർപ്പിക്കുകയും അവിടെ അദ്ദേഹം കുരങ്ങുകളുടെ മർദ്ദനങ്ങൾക്കെല്ലാം ഇരയാവുകയാണ് ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തെ ബന്ദിയാക്കി സൈനികർ വധിക്കാനായി ഈ കാറ്റാടി മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോരുന്ന ദൃശ്യമാണ് നാം ഇതിൽ കാണുന്നത്. അവസാനമായി നാം കാണുന്നത് അദ്ദേഹത്തെ വളരെ ദാരുണമായ രീതിയിൽ 5 പ്രാവശ്യത്തോളം സൈനികർ വെടിവെച്ച് കൊന്ന അദ്ദേഹം മരണമടഞ്ഞ ആ ദൃശ്യമാണ് നാം ഇതിൽ അവസാനമായി കാണുന്നത്.